ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ട് എത്തുന്നത്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ടൊയോട്ടയുടെ ഹൈറൈഡർ എന്ന വാഹനത്തെക്കുറിച്ചാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് 4 വേരിയൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. എസ്, ജി, വി ഇങ്ങനെ 4 വേരിയൻസ് ആണ് നമുക്ക് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ട്രാൻസ്മിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്, മാനുവൽ. ഓട്ടോമാറ്റിക് തന്നെ ഇ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് ഹൈബ്രിഡ് മോഡലിൽ വരുന്ന ഇ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഫ്യൂവൽ വരുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഹൈബ്രിഡാണ്, ഒന്ന് പെട്രോളാണ്. ഈ 2 ഫ്യൂവൽ ടൈപ്പിൽ വരുന്നുണ്ട്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ പെട്രോൾ വിത്ത് ഇലക്ട്രിക് ആണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2 ഫ്യൂവൽ ടൈപ്പിലാണ് നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ വേരിയൻറ്റ് ബേസ് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻ്റ് ആണ്. ഈ വേരിയൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസ് വേരിയൻ്റ് ആണെങ്കിൽ പോലും ഓൾമോസ്റ്റ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ബേസ് മോഡലോട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. 6 എയർ ബാഗ്സ്, ABS, EBD, ESP, അതുപോലെ തന്നെ ബ്രേക്ക് അസിസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ബേസ് വേരിയൻ്റ് തൊട്ട് തന്നെ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത്. 4 ഡോർ പവർ വിൻഡോസ് ആണ്, സെൻട്രൽ ലോക്കിങ്, അങ്ങനെയുള്ള എല്ലാ ബേസ് ആയിട്ടുള്ള ഫീച്ചേഴ്സും നമുക്ക് ആ ഒരു ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള എസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിനകത്ത് മെയിനായിട്ടുള്ള വ്യത്യാസം വരുന്നത് ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, 7 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മോണിറ്ററായിട്ടുള്ള ഓഡിയോ കൺട്രോൾസ്, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഒരു അഡീഷണൽ ആയിട്ട് വരുന്നൊരു മോഡലാണ് എസ് എന്ന് പറയുന്ന വേരിയൻറ്റ്. അതുപോലെ അടുത്ത ഒരു വേരിയൻറ്റ്, അതായത് ജി എന്ന് പറയുന്ന വേരിയൻറ്റ് തൊട്ടാണ് ഏകദേശം ഒരു ഫുൾ ഓപ്ഷൻ്റെ ഔട്ട്സൈഡ് ലുക്ക് കിട്ടുന്നത്. ജി എന്ന് പറയുന്ന വേരിയൻറ്റ് തൊട്ടാണ്. ജി തൊട്ടാണ് നമുക്ക് സൺറൂഫ് വരുന്നത്. അത് പനോരമിക് സൺറൂഫാണ്. ജി, വി മോഡലുകളിൽ നമുക്ക് പനോരമിക് സൺറൂഫ് അവൈലബിൾ ആണ്. ജി വേരിയൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് അലോയ് വീൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ആയിരിക്കും വരുന്നത്. പക്ഷേ ലെതർ ആയിരിക്കത്തില്ല, വെന്റിലേറ്റഡ് സീറ്റ്സ് ആയിരിക്കും വരുന്നത്. വി വേരിയൻറ്റിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ലെതർ വെന്റിലേറ്റഡ് സീറ്റ് ആയിരിക്കും വരുന്നത്. പിന്നെ സൺറൂഫ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ടോപ്പ് എൻഡ് മോഡലിൽ കിട്ടും. നമുക്ക് ഹൈറൈഡറിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹൈറൈഡർ വരുന്നത് ഒരു ജോയിൻറ്റ് വെഞ്ചർ പ്രോഡക്റ്റ് ആണ്. ജോയിൻറ്റ് വെഞ്ചർ പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ടൊയോട്ടയുടെ പ്ലാന്റിൽ നിർമ്മിക്കുന്ന ഒരു വാഹനമാണ് ഹൈറൈഡർ. നമുക്ക് ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഹൈബ്രിഡ്, ഞാൻ പറഞ്ഞില്ലേ ഹൈബ്രിഡിനെ കുറിച്ച് പറഞ്ഞു. നമുക്കിതിനകത്ത് വരുന്നത് മാർക്കറ്റിൽ നമുക്ക് പല ഹൈബ്രിഡ് ഉണ്ട്. മൈക്രോ ഹൈബ്രിഡ്, മൈൽഡ് ഹൈബ്രിഡ്, പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. നമുക്ക് തന്നെ ഹൈറൈഡറിൻ്റെ വരുന്ന സമയത്ത് നിയോ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് മൈൽഡ് ഹൈബ്രിഡും വരുന്നുണ്ട്. അതുപോലെ സ്ട്രോങ് ഹൈബ്രിഡാണ് നമുക്ക് ഹൈബ്രിഡ് എന്നുള്ള പേരിൽ തന്നെ വരുന്ന HEV എന്നാണ് അതിൻ്റെ ബാഡ്ജിങ് വരുന്നത്. HEV എന്ന് പറയുന്ന ബാഡ്ജിങ് വരുന്നത് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ, അതാണ് സ്ട്രോങ് ഹൈബ്രിഡ്. ഈ 2 ടൈപ്പിൽ നമുക്ക് ഈ ഹൈറൈഡർ അവൈലബിൾ ആണ്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ലുക്കിനെ കുറിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ DRLs വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സും ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള DRLs ആണ് വരുന്നത്. അതുപോലെ ക്രോം, ഈ ബ്ലാക്ക് കളറിനകത്ത് ഈ ക്രോം വളരെ ഒരു നല്ല ഭംഗിയായിട്ട് തോന്നുന്ന ഒരു ഡിസൈനാണ് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ അതിവിടെ ഹൈറൈഡർ എന്ന് എഴുതിയിട്ടുള്ളത്. ഇത് പക്ഷേ നമുക്ക് വണ്ടിയുടെ കൂടെ വരുന്ന ഇതൊരു അക്സസറീസ് ആണ്. ഹുഡ് എംബ്ലം എന്ന് പറഞ്ഞൊരു അക്സസറീസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ ഗ്രില്ലിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു ആക്രിലിക് പെയിൻറ്റിങ്, ഒരു ചെറിയ ക്യൂബ്സ് അടുക്കി വെച്ചേക്കുന്ന പോലുള്ള ആക്രിലിക് പെയിൻറ്റിങ് കാണാം. ഇത് ഹൈബ്രിഡ് വേരിയൻസിനാണ് ഇത് വരുന്നത്. ബാക്കിയുള്ള വേരിയൻസിന് വരുന്ന സമയത്ത് പ്ലെയിൻ ആയിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നത്. അതുപോലെ തന്നെ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് ലാംപ്സ് വരുന്നത് കുറച്ച് താഴെയായിട്ടാണ്. ഇത് വരുന്നുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഫോഗ് ലാമ്പിൻ്റെ ആവശ്യം വരുന്നില്ല. ഫോഗ് ലാമ്പ് ഇല്ലാതെ തന്നെ നമുക്ക് കുറച്ചുകൂടെ നല്ല വിസിബിലിറ്റി ഈ ഒരു ഹെഡ് ലാമ്പ് കൊണ്ട് കിട്ടും. അതുപോലെ ഇതിനകത്ത് 2 വേരിയൻസിനകത്ത് LED പ്രൊജക്ടറും, അതായത് GE വേരിയൻറ്റിനകത്ത് LED പ്രൊജക്ടറും, മറ്റുള്ള 2 വേരിയൻസിനകത്ത് SE വേരിയൻറ്റിനകത്ത് ഹാലജൻ പ്രൊജക്ടർ ഹെഡ് ലാമ്പും ആയിരിക്കും വരുന്നത്. നമുക്ക് ടൊയോട്ടയുടെ ഏത് വാഹനം എടുത്ത് നോക്കിയാലും അതിൻ്റെ ഈ ഗ്രില്ലിൻ്റെ ഒരു ഷേപ്പ് ഇതാണ്, ഒരു സിഗ്നേച്ചർ ഗ്രില്ലാണ് വരുന്നത്. ഈ ഒരു ഷേപ്പ് എന്ന് വെച്ചാൽ ട്രപ്പിസോയിഡൽ എന്ന് പറഞ്ഞൊരു ഷേപ്പാണ് നമുക്ക് ഈ ഒരു ഗ്രില്ലിന് വരുന്നത്. ഇതിൻ്റെ നമുക്ക് ടൊയോട്ടയുടെ ഏതൊരു വാഹനം എടുത്ത് നോക്കി കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഡിസൈനിലായിരിക്കും ടൊയോട്ടയുടെ എല്ലാ വാഹനത്തിൻ്റെയും ഗ്രില്ല് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സിഗ്നേച്ചർ ഗ്രില്ലാണ് നമുക്ക് ഈ ഒരു മോഡലിന് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ കോ ഡ്രൈവർ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇതിൻ്റെ അലോയ്സ് വരുന്നത് 17 ഇഞ്ച് അലോയ്സ് ആയിരിക്കും വരുന്നത്. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഈ ഒരു സെഗ്മെൻറ്റിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 210 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുപോലെ ഒരു HEV എന്നുള്ള ബാഡ്ജിങ് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. HEV എന്നുള്ള ബാഡ്ജിങ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. നമുക്കിതിൻ്റെ കോ ഡ്രൈവർ സീറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഇത് ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ്. നമുക്ക് ലെതർ റാപ്ഡാണ്. നമുക്ക് ഈ ഡോറിലും അതുപോലെ തന്നെ നമുക്ക് ഡാഷിൻ്റെ ഭാഗത്ത് അതുപോലെ വെന്റിലേറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് ആയിരിക്കും നമുക്ക് ഈ ഒരു മോഡലിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ റിയർ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ റിയർ സൈഡിൽ നമുക്ക് ആദ്യം സ്പോയിലർ ബിൽറ്റിൻ ആയിട്ടുള്ള സ്പോയിലറാണ്. നമ്മൾ അഡീഷണൽ സ്പോയിലർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ നമുക്ക് ഷാർക്ക് ഫിനാനിനെ നമുക്ക് ബിൽറ്റിനായിട്ട് വരുന്നൊരു ഇതാണ്. ഹൈറൈഡറിന് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സ്വിച്ച് നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമുക്കൊരു വിശാലമായിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ഇതിന് വരുന്നത്. ഈ ബൂട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് 2 ടൈപ്പാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഹൈബ്രിഡ് വരുന്നുണ്ട്, മൈൽഡ് ഹൈബ്രിഡ് വരുന്നുണ്ട്, സ്ട്രോങ് ഹൈബ്രിഡ് വരുന്നുണ്ട്. നമുക്ക് സ്ട്രോങ് ഹൈബ്രിഡിനകത്ത് വരുന്ന സമയത്ത് ബൂട്ട് സ്പേസ് വരുന്നത് 265 ലിറ്ററും മൈൽഡ് ഹൈബ്രിഡിനകത്ത് വരുന്ന സമയത്ത് 375 ലിറ്റർ ബൂട്ട് സ്പേസും നമുക്ക് വരുന്നുണ്ട്. സെഗ്മെൻറ്റിൽ തന്നെ ബെസ്റ്റ് ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. അതുപോലെ സ്ട്രോങ് ഹൈബ്രിഡിനകത്ത് നമുക്ക് ബാറ്ററി പുറയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഹൈബ്രിഡ് ബാറ്ററി പുറയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു ബൂട്ട് സ്പേസിനകത്ത് നമുക്കൊരു കുറവ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് റിയർ പാസഞ്ചർ സീറ്റിലോട്ട് നമുക്കൊന്ന് കയറിയിരുന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തൈ സപ്പോർട്ട് ഇപ്പം ഞാൻ ഇരിക്കുന്നതാണല്ലോ, തൈസ് എൻ്റെ മുട്ടിൻ്റെ ഈ ഭാഗത്ത് വരെയുള്ള സപ്പോർട്ട്, നല്ല തൈ സപ്പോർട്ട് ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലെഗ് റൂം നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ലെഗ് റൂം ഈ റിയർ സൈഡിൽ നമുക്ക് നല്ലൊരു ലെഗ് റൂം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ നോക്കിക്കഴിഞ്ഞാൽ AC വെൻസ്, റിയർ AC വെൻസ് വരുന്നുണ്ട്. മൊബൈൽ ചാർജ് ചെയ്യാനായിട്ടുള്ള 2 C ടൈപ്പ് ചാർജിങ് പോയിൻറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ അവിടെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്പേസ് അവിടെ വരുന്നുണ്ട്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്ന ടൈപ്പിലുള്ള ഒരു ആംറസ്റ്റ് ആണ് വരുന്നത്. അത് സ്ട്രോങ് ആയിട്ടുള്ള ആംറസ്റ്റ് ആണ്. നമുക്കിത് നല്ല രീതിയിൽ ബലം കൊടുത്തെന്ന് പറഞ്ഞാലും ഒരു പ്രശ്നമില്ലാത്ത രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആംറസ്റ്റ് ആണ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നല്ല ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഹൈറൈഡറിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ഭാഗത്തോട്ടാണ്, ഡ്രൈവർ സീറ്റിലോട്ടാണ്. നമുക്ക് ഡ്രൈവർ സീറ്റിലൊന്ന് കയറിയിരുന്ന് നോക്കാം. നമുക്ക് ഈ ഒരു ഡ്രൈവർ സീറ്റിൽ വളരെയധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം, നമുക്ക് ഡോറിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് വരുന്നത് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, അതുപോലെ മിറർ ഫോൾഡിങ്ങിനുള്ള സ്വിച്ച്, അതുപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോക്ക് അൺലോക്ക്, അതുപോലെ വിൻഡോ ലോക്ക് ചെയ്യാനുള്ളത്, പിന്നെ പവർ വിൻഡോസിൻ്റെ സ്വിച്ച്, അതാണ് നമുക്ക് ഡോറിൽ വരുന്നത്. ഡോറിലെല്ലാം നമുക്ക് ഓരോ 1 ലിറ്റർ ബോട്ടിൽ സ്റ്റോറേജ്. അതുപോലെ നമുക്ക് അടുത്തൊരു ഭാഗം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഡ്രൈവർ സീറ്റിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ റൈറ്റ് സൈഡിലാണ് നമുക്ക് ആ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടൺ പ്രൈസ് ചെയ്തിട്ടുള്ള റൈറ്റ് സൈഡിലാണ്. അതുപോലെ ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരു ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിങ്ങിൽ നമുക്ക് താഴോട്ട് നോക്കാതെ തന്നെ നമുക്ക് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ആ ഒരു വ്യൂ പോയിന്റിൽ തന്നെ നമുക്ക് ആ ഒരു മിറർ കാണുന്ന രീതിയിൽ അതിനകത്ത് കാണാൻ സാധിക്കും. അതാണ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നത്. അതുപോലെ നമുക്ക് മിറർ 360 ക്യാമറയുടെ വരുന്ന ഒരു വ്യൂവിൻ്റെ ആ ഒരു ബട്ടൺ വരുന്നുണ്ട്. ഇത് നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള 2 ബട്ടൺസ് ആണ്. അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള 2 ബട്ടണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റിയറിങ്ങിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഈ സൈഡിൽ ക്രൂസ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടത് വോളിയം കോൾ ചേഞ്ച് ചെയ്യാൻ, അതുപോലെ മോഡ് ചേഞ്ച് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷനാണ്. അതുപോലെ കോൾ അറ്റൻഡ് ചെയ്യാൻ, കോൾ കട്ട് ചെയ്യാൻ, വോയിസ് കമാൻഡ്, ഇതിനൊക്കെയുള്ള ഒരു ബട്ടൺ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഈ സ്റ്റിയറിംഗ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് വളരെ മനോഹരമായിട്ട് ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അതുപോലെ ആ ടൊയോട്ടയുടെ ലോഗോയും കൂടെ ചേർന്ന് വരുന്ന സമയത്ത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് വരുന്നത്. നമുക്ക് കുറച്ചുകൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിയറിംഗിന് ഫ്രണ്ടിലായിട്ട് കാണുന്നത് വെച്ചാൽ ആ ഒരു ക്ലസ്റ്റർ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് വരുന്നത് വെച്ചാൽ 7 ഇഞ്ച് ഒരു TFT ക്ലസ്റ്ററാണ് വരുന്നത്. അത് വണ്ടിയുടെ ആ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഡ്രൈവർ സീറ്റിൽ കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു ക്ലസ്റ്ററാണ് നമുക്ക് അവിടെ വരുന്നത്. ഇതിനകത്ത് നമുക്ക് 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഒന്ന് 7 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നുണ്ട്, അതുപോലെ 9 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. നമുക്ക് ഹൈറൈഡറിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ 9 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതിനകത്ത് വിത്ത് 360 ക്യാമറ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലുണ്ട്. അതിൻ്റെ പവർ ഫ്ലോ ഉൾപ്പെടെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പവർ ഫ്ലോ ഉൾപ്പെടെ നമുക്ക് ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ സ്വിച്ചസ് കാണാം. ഫാനിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, അതുപോലെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്, നോർമൽ AC വരുന്നുണ്ട്, ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ളത്. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്, USB പോയിന്റ് വരുന്നുണ്ട്. ഇതിൻ്റെ നമുക്ക് ഗിയർ ലിവറിന് പുറകിലായിട്ട് നമുക്കൊരു 4 സ്വിച്ച് കാണാൻ സാധിക്കും. അത് EV മോഡ്, അതുപോലെ ഡ്രൈവ് മോഡ്സ്, ഇക്കോ, പവർ, നോർമൽ എന്ന് പറഞ്ഞിട്ട് മോഡ്സ് വരുന്ന ഒരു പവർ മോഡ് സ്വിച്ച് ആണ് വരുന്നത്. ഡ്രൈവ് മോഡ്സിൻ്റെ സ്വിച്ചാണ് വരുന്നത്. അതുപോലെ നമുക്ക് 2 ഡ്രൈവർ സീറ്റ്, കോ ഡ്രൈവർ സീറ്റിൻ്റെ വെന്റിലേറ്റഡ് സീറ്റാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അതിൻ്റെ വെന്റിലേഷൻ്റെ സ്വിച്ചാണ് നമുക്ക് ഇവിടെ വരുന്നത്. നമുക്ക് അതിൻ്റെ ഫാൻ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 3 സ്പീഡാണ് നമുക്ക് ഫാനിന് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ
ആംബ്രസ്റ്റ് വരുന്നത് ഒരു സ്ലൈഡിംഗ് ആയിട്ടുള്ള ആംബ്രസ്റ്റ് ആണ്. കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ലൈഡിംഗ് ആയിട്ടുള്ള ആംബ്രസ്റ്റ് ആണ് വരുന്നത്. ഇതിനകത്ത് തന്നെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ്. ഈ നമുക്ക് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെ സ്മൂത്താണ്. കാരണം ഇതിൻ്റെ ഗിയർ ബോക്സ് ഞാൻ പറഞ്ഞു, ഈ ഡ്രൈവ് എന്ന് പറഞ്ഞ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞു. ഈ ഡ്രൈവ് വരുന്ന സമയത്ത് നമുക്ക് CVT ഒരു ഫീൽ തന്നെ. ഒരു ഗിയർ ചേഞ്ച് ആവുന്ന ആ ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു ഹൈബ്രിഡ് വാഹനത്തിന് നമുക്ക് ഫീൽ ചെയ്തില്ല. അത്ര സ്മൂത്തായിട്ടാണ് ഇതിൻ്റെ ആ ഒരു ട്രാൻസ്മിഷൻ. നമുക്ക് ആ ഗിയർ ഷിഫ്റ്റ് ആവുന്ന കാര്യങ്ങൾ രീതിയിലുള്ളൊന്നും അറിയത്തില്ല എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു സൺറൂഫ് വരുന്നത് 2 വേരിയൻസ് വരുന്നുണ്ട്. G and V വേരിയൻസിന് നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ് നമുക്ക് പനോരമിക് സൺറൂഫാണ്. ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു വൈഡ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു സൺറൂഫാണ് വരുന്നത്. ആ ഒരു റേഞ്ചിൽ ഓപ്പണിംഗ് വരുന്ന ഒരു സൺറൂഫാണ് വരുന്നത്. ഇതോടൊപ്പം ഞാനൊരു കാര്യം കൂടെ ആഡ് ചെയ്യാം. നമുക്കിത് CNG അവൈലബിൾ ആണ്. CNG S, G വേരിയൻസിനകത്ത് നമുക്ക് CNG അവൈലബിൾ ആണ്. അതുപോലെ ഞാൻ ഇതിൻ്റെ എൻജിൻ സ്പെക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും 1.5 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. 1.5 ലിറ്ററിനകത്ത് ഹൈബ്രിഡ് വരുന്നുണ്ട്, ബാറ്ററി സപ്പോർട്ടോട് കൂടി ഹൈബ്രിഡ് വരുന്നുണ്ട്. അതുപോലെ നിയോ ഡ്രൈവ് വരുന്നുണ്ട്. നിയോ ഡ്രൈവിലാണെങ്കിൽ നമുക്ക് വരുന്ന സമയത്ത് 103 PS ആണ് അതിൻ്റെ പവർ വരുന്നത്. അതുപോലെ ഹൈബ്രിഡ് വേരിയൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 92 PS ആണ് അതിനകത്ത് പവർ വരുന്നത്. വേരിയൻസിലാണെങ്കിൽ നമുക്ക് 136 Nm ടോർക്ക്, 136 Nm ആണ് ടോർക്ക് വരുന്നത്. അതുപോലെ ഹൈബ്രിഡ് വേരിയൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 122 Nm ടോർക്ക് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ഹൈറൈഡറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ ടൊയോട്ട ഒരു ബ്രാൻഡിനെ കുറിച്ച് നമ്മളിപ്പോൾ എല്ലാം പറയുന്ന സമയത്ത് ബ്രാൻഡിനെ കുറിച്ച് പറയണം. നമ്മളിപ്പോൾ ഗൂഗിൾ ചെയ്താൽ പോലും വേൾഡിലെ നമ്പർ 1 ബ്രാൻഡ് ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ ടൊയോട്ടയാണ്. അപ്പോൾ അതായത് നമുക്കൊരു 7 ലക്ഷം 8 ലക്ഷം രൂപ റേഞ്ച് തൊട്ടൊരു 3 crores വരെയുള്ള റേഞ്ചിലുള്ള വാഹനങ്ങൾ നമുക്ക് ടൊയോട്ടയ്ക്കുണ്ട്. ആ ഒരു കസ്റ്റമർ സെഗ്മെൻറ്റിലോട്ടാണ് നമ്മൾ ഒരു ടൊയോട്ട വാഹനം എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കസ്റ്റമർ റേഞ്ചിലോട്ടാണ് നമ്മൾ കടന്നു വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ടൊയോട്ട ബ്രാൻഡിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അതിൻ്റെ സർവീസ് ഏറ്റവും പക്കായിട്ടുള്ള സർവീസ്, ഏറ്റവും നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് ടൊയോട്ട. മറ്റ് ബ്രാൻഡുകൾ മോശമാണെന്നല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സർവീസ് കിട്ടുന്ന ഒരു ബ്രാൻഡാണ് ടൊയോട്ട. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹൈറൈഡറിനെ കുറിച്ച് പറഞ്ഞ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നമുക്ക് വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അന്വേഷണങ്ങൾക്കായിട്ട് നമുക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻക്വയറിയും ടെസ്റ്റ് ഡ്രൈവ് ആവശ്യങ്ങൾക്കായിട്ട് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടൊയോട്ട ഹൈറൈഡറിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.